സുഹൃത്തുക്കളെ എല്ലാവർക്കും താല്പര്യ ആശംസകൾ. അപ്പൊ ഞാൻ കുഞ്ഞാറ്റെ കൊണ്ട് ഈ പ്രാവശ്യം താല്പര്യം പോയിട്ടാ. അപ്പൊ എല്ലാ പ്രാവശ്യം താല്പര്യം ഡാവിഞ്ചി സുരേഷ് എന്ത് സംഭവം ഉണ്ടാക്കി വെച്ചത് ഒരു ആകാംക്ഷ ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ആഗോളതാമനത്തിന്റെ ഒരു മുത്തച്ഛമരം ഉണ്ടാക്കി വെച്ചത് അതിന് ഓപ്പോസിറ്റ് ഉണ്ട്. ആയിരത്തി കഥനകൾ നിരത്തി വെച്ചത് ദീപാരാധന കഴിഞ്ഞാൽ ഈ കഥനകളൊക്കെ പൊട്ടിക്കൂട്ടാ. അപ്പൊ എല്ലാവരും കഥന പൊട്ടുന്നത് കാണാൻ വെയിറ്റിംഗ് കണ്ടാ. വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ആനൊരു വഴിക്ക് പോയി. ആ സമയം കൊണ്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്തിന് കഥന പൊട്ടിക്കുന്ന ചേട്ടൻ ചൂട്ട് വിരിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ദീപാരാധന കഴിയാണ്ട് പൊട്ടിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ആള് കുറച്ചേരം വെയിറ്റ് ചെയ്ത് ആയിരങ്ങളെ സാക്ഷിയാക്കി 1001 കഥകൾക്ക് ആൾ തീ കൊളുത്തിട്ടാ. പിന്നെ അവിടെ നിന്ന് ചട്ടപ്പട എന്ന് വടക്കം പൊട്ടായിരുന്നു. പടക്കം പൊട്ടിയില്ല കഴിഞ്ഞപ്പോൾ നമ്മുടെ മരം മുത്തച്ഛൻ്റെ അടുത്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൊക്കെ പ്രത്യേക ഭംഗി. ആള് ചിരിക്കുന്ന പോലൊക്കെ തോന്നൂട്ടാ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചേരം നോക്കി നിന്നിട്ട് നേരെ നടന്നത് നമ്മുടെ മരണക്കര യന്ത്രൂഞ്ഞാലുള്ള ഭാഗത്തിന് ആ വഴിക്ക് പോകുന്നുള്ള കച്ചവടക്കാരൊക്കെ നീ കാണുന്നത്. അങ്ങനെ യന്ത്രൂഞ്ഞാലിൽ എത്തി. യന്ത്രൂഞ്ഞാൽ നമ്മുടെ റീലിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാ. പുള്ളിക്കാരൻ്റെ അടുത്ത് മറ്റേ തലകീഴായി നിൽക്കുന്ന സാധനം ഉള്ളത്. ഈ റൈഡിൽ കയറാൻ 150 രൂപയാണ് ചാർജ് എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കയറിയില്ല. 150 രൂപ പോകുന്നുണ്ടല്ല. 150 രൂപ കൊടുത്ത് തലകീഴായി നിൽക്കാൻ ഇപ്പോൾ വയ്യാത്തോണ്ട് അങ്ങനെ അവിടെ നേരെ ഒരു കപ്പൽ വണ്ടിയൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള കവാടത്തിന്റെ അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ് കാണും. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിൻ്റെ ഇല്ല കാണാൻ. അവിടെ കുറച്ചേരം നോക്കിയിട്ട് അമ്പല കോമ്പൗണ്ടിന്റെ ഉള്ളിൽ കയറിയിട്ടാ. അമ്പല കോമ്പൗണ്ടിലെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് കുറച്ച് കളിപ്പാട്ട വിൽപ്പനക്കാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കുഞ്ഞാറ്റക്കുള്ള റൈറ്റിംഗ് പാനൽ അടിച്ചിട്ട് LCD റൈറ്റിംഗ് പാനാണ് അത് കിട്ടിയ. ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് സന്തോഷമായി. അവിടെ നേരെ ഞങ്ങൾ കിഴക്കേനടയ്ക്ക് പോയിട്ടാണ്. കിഴക്കേനട എന്നുള്ള വ്യൂ കാണുന്നത് നല്ല ഭംഗിയിലാണ്. മറ്റേ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ട് മറ്റേ ശിവലിംഗമൊക്കെ കറക്റ്റ് ലെവലൊക്കെ ആക്കി വെച്ചിട്ട് നല്ല ഭംഗിയിലൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കിഴക്കേനട. ഈ ഒരു ഭക്തിഗാനം കേട്ട് അമ്പലപ്പറമ്പിൽ നിൽക്കുന്നത് പ്രത്യേക വൈബ് ഉണ്ട്. അത് അനുഭവിച്ചെന്നെ അറിയണം. അങ്ങനെ കുറച്ചേരം അവിടെ നിന്നിട്ട് തെക്കേ നടയിൽ കടന്ന പിന്നെ തെക്കേ നടയിൽ താലിൻ്റെ അവിടെ ഈ ആചാരങ്ങൾ നടക്കുന്നത്. അങ്ങനെ അവിടെ കുറച്ചേരം നോക്കി നിന്നിട്ട് നേരെ പോയത് പൊരി അലുവ വിൽക്കുന്ന കടയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.